ഹലോ, വെൽക്കം ബാക്ക് ടു വീട്ടു വൈദ്യം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേപ്പില, കറിവേപ്പില എങ്ങനെ വീട്ടിൽ നല്ലപോലെ തഴച്ച് വളർത്തിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എല്ലാവരും കറിവേപ്പില കറികളിലൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റും ഗുണങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ്. ഇന്നും എല്ലാ കാലത്തും എന്ത് കറിയാണെങ്കിലും നല്ലപോലെ ടേസ്റ്റ് വരണമെങ്കിൽ കറിവേപ്പില അതിൽ ചേരണം. അപ്പോൾ ഈ ഒരു കറിവേപ്പില നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. പക്ഷേ ചിലവരുടെ വീട്ടിലൊക്കെ എന്താ പറയുക, നേർത്ത് വലിപ്പം കുറഞ്ഞ് വേരിൻ്റെ ഇടയിലൊക്കെ ഇട്ട് വലിച്ച പോലെ, അതേപോലെ തന്നെ ഒട്ടും വലിപ്പമില്ലാത്ത ഇലകളൊന്നും ഇല്ലാത്ത ടൈപ്പ് കറിവേപ്പിലൊക്കെ ഉണ്ടാവും. ആ ഒരു കറിവേപ്പിലയുടെ തണ്ടൊക്കെ നമുക്ക് എങ്ങനെ നല്ല പോലെ പുഷ്പിച്ച് എടുക്കാം, അതായത് നല്ല പുഷ്ടിയായിട്ട് എടുത്ത് നല്ലപോലെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ചെടി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അതായത് ഈ ഒരു ചെടി നടുമ്പോൾ കറിവേപ്പിലേക്ക് നല്ല രീതിയിൽ വെയിൽ ലഭിക്കുന്ന രീതിയിലായിരിക്കണം, ആ ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ നടേണ്ടത്. അതേപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള, അതായത് നല്ല നനവുള്ള മണ്ണിലൊക്കെ വേണം ഇത് നടാനായിട്ട്. നമ്മൾ അമിതമായിട്ട് ഒരുപാടൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അപ്പുറത്തേക്കും വളർന്നു നിൽക്കുന്ന കളകളും ചെടികളും ഒക്കെ ഒന്ന് പറിച്ച് കളയേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കറികളിലൊക്കെ ഇടാനായിട്ട് കറിവേപ്പില ഒടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇല മാത്രമായിട്ട് ഒടിച്ചെടുക്കുക, അത് അതിൻ്റെ തണ്ടോട് കൂടി തന്നെ പറിച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും അതിന് നല്ലത്. എങ്കിലാണ് വേറൊരു മുകുളം അതിൻ്റെ താഴെ വന്ന് വളർന്ന് വീണ്ടും വലിയ അതായത് ഇലകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇടാൻ പറ്റിയ വളങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, വേപ്പിൻ പിണ്ണാക്ക്, എള്ളിൻ പിണ്ണാക്ക്, പിന്നെ പുങ്ക് കേക്ക് എന്നിവയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. 2-3 മാസം കൂടുന്തോറും നമുക്ക് ഈ ഒരു വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചാരം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കരിയില കത്തിച്ച ശേഷം ഉള്ള ചാരം ഉണ്ടല്ലോ, അത് കറിവേപ്പിലക്ക് നല്ലൊരു വളമാണ്. ചാരം മണ്ണിൽ ജസ്റ്റ് ഒന്ന് വിതറി നനച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മുട്ടത്തൊണ്ട് ഉണ്ടല്ലോ, മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേനൽക്കാലത്ത് കഞ്ഞിവെള്ളം, അതേപോലെ തന്നെ കഞ്ഞിവെള്ളം ചെടിയുടെയൊക്കെ ചുവട്ടിൽ ഒഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ പറ്റുമെങ്കിൽ മണ്ണിര കമ്പോസ്റ്റും ചെടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്, അതും ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഇതും ഈ പറഞ്ഞ പോലെ 3 മാസത്തിലൊരിക്കലും നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അമോണിയം സൾഫേറ്റ് എന്നും പറഞ്ഞിട്ടൊരു നൈട്രജൻ വളമുണ്ട്. ഇതും ചെടിയുടെ ചുവട്ടിൽ 2 മാസത്തിലൊരിക്കലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ സൂപ്പർ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വളമുണ്ട്, ഫോസ്ഫറസ് വളമാണ്. ഇത് 4 മാസത്തിലൊരിക്കൽ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസത്തിലൊരിക്കൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഏതെങ്കിലും 2-3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുവളപ്പിലുള്ള ഈ ഒരു കറിവേപ്പില നല്ല പോലെ തഴച്ച് വളരുന്നതാണ്. എല്ലാവരും ഈ ഒരു ഇതിലേതെങ്കിലും മെത്തേഡ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല പോലെ പുഷ്ടിച്ച് നല്ല പോലെ തഴച്ച് വളരാനൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.